അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ നാം എല്ലാവരും മനസ്സിലാക്കിയ ഒരു വിഷയമാണ് ജുമാ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ. അതൊരു ചെറിയ വിഷയമൊന്നുമല്ല. എല്ലാ ദിവസത്തിനേക്കാൾ ഏറെ പൗരുഷവും മഹത്വവും ആ ദിവസത്തിനുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെ ആ ദിവസത്തിന് നാം പരിഗണിക്കേണ്ടതുണ്ട്. അത്രമാത്രം ഹദീസുകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമാ ദിവസത്തിന് ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ മുത്തുനബി വളരെ ഗൗരവത്തിൽ പറയുന്നത് കാണാം, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുംഅത്ത്. അതായത് ഈ ഹദീസിൽ ഒരാൾ ജുമാ ദിവസത്തിൽ എങ്ങനെയാണ് പള്ളിയിലേക്ക് അവൻ പോകേണ്ടത്, അവൻ ഏത് രീതിയിലാണ് തയ്യാറാകേണ്ടത്, ജുമാ ദിവസത്തിൽ അവൻ ചെയ്യേണ്ട സുന്നത്തുകളെക്കുറിച്ചൊക്കെ മുത്തുനബി വളരെ ഗൗരവത്തിൽ പറയുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട് മുത്തുനബി ആദ്യമേ പഠിപ്പിക്കുന്നത് ജുമാ ദിവസത്തിൻ്റെ ആ സുന്നത്തായ കുളിയാണ്. ചിലപ്പോൾ നാം കുളിക്കുന്നവരാകാം, പക്ഷേ ആ നല്ല നിയത്തോടു കൂടെ മുത്തുനബി പഠിപ്പിച്ചതുപോലെ നാം കുളിക്കുകയാണെങ്കിൽ എന്തുമാത്രം അതിന് പ്രതിഫലമുണ്ട്. ചെറിയ പ്രതിഫലമൊന്നുമല്ല. നല്ല റാഹത്തോടു കൂടെ ജുമാ ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അന്നത്തെ ദിവസത്തിൻ്റെ ആ സുന്നത്ത് കുലി കുളിക്കുകയും അതേപോലെ തന്നെ ഏതെല്ലാം രീതിയിൽ അന്നത്തെ ദിവസം അവനിക്ക് ശുദ്ധിയാകാൻ കഴിയും, അതേ ശരീരത്തിൻ്റെ കളയേണ്ട മുടികളൊക്കെ കളഞ്ഞുകൊണ്ട് നല്ലൊരു എല്ലാ ആഴ്ചയിൽ വളരെ ബഹുമാനത്തോടു കൂടെ ആ ദിവസം നല്ല വൃത്തിയാവുക. അങ്ങനെ ആയാൽ എന്നിട്ടോ വയദ്ദഹിനു മിൻ ദുഹ്നിഹി ഔ യമുസ മിൻ തീബി ബൈത്തിഹി, നല്ല അത്തറുകളൊക്കെ പൂശിക്കൊണ്ട് ഏത് രീതിയിൽ അവന് ഭംഗിയാൻ പറ്റുമോ, ഏത് രീതിയിൽ അവൻ നല്ല സുഗന്ധങ്ങൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയെല്ലാം ആ രീതിയിൽ ഭംഗിയോടുകൂടെ ഒരാൾ ജുമാ ദിവസത്തിൽ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ അവന് അല്ലാഹു നൽകുന്ന പ്രതിഫലം, അതാണ് അത്ഭുതം. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് മുത്തനബി പറഞ്ഞ ആ പ്രതിഫലമാണ് ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുംഅത്തിൽ ഉഖ്റാ. സുബ്ഹാനല്ലാഹ്. ഒരു ജുമയിൽ നിന്ന് മറ്റൊരു ജുമ വരെ അതത് ഒരാഴ്ചയ്ക്കുള്ള എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊരുത്തപ്പെടുമെന്നുള്ളത് മുത്തുനബി പറഞ്ഞതാണ്. എന്തോ തോന്നിയത്, എന്തോ രീതിയിൽ മുത്തുനബി പറയുന്നതല്ലല്ലോ. മുത്തുനബി എത്രയോ മഹത്വങ്ങൾ, എത്രയോ പ്രതിഫലങ്ങൾ ഓരോരോ അമലുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ അമല് തന്നെ വളരെ ഗൗരവത്തോടു കൂടെ കാണുകയാണെങ്കിൽ ഈ മുത്തുനബി പറഞ്ഞ ഈ ഹദീസിനെ തന്നെ ബഹുമാനിച്ചുകൊണ്ട് ഒരാൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ ദോഷങ്ങളെല്ലാം പുറത്തു കിട്ടും, മാഫ് ചെയ്ത് കിട്ടും. അതിനെ കൊതിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മുത്തുനബി അല്ലേ പഠിപ്പിക്കുന്നത്, അത് വെറുതെയാവൂലല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ജുമാ ദിവസത്തിനെ ബഹുമാനിക്കാൻ പഠിക്കണം. എല്ലാ ദിവസം പോലെ അതൊരു ജുമാ ദിവസമാണ്, അന്നൊന്ന് പ്രത്യേകമായി ഒന്നുമില്ല എന്ന് ചിന്തിച്ച് പിന്നെ ഏതായാലും എല്ലാവരും പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വായിക്കാൻ പറ്റൂലല്ലോ, അന്നൊന്ന് പോയി കളയാം എന്ന രീതിയിൽ മാത്രമാകാതെ അന്നത്തെ ദിവസം അതേ ഖുർആനിൽ തന്നെ ജുമാ ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ടൊക്കെ ആയത്തുകളൊക്കെ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം, അതൊക്കെ ഗൗരവത്തോടു കൂടെ കാണണം. അതാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ കാണുന്നവർക്കേ മുത്തുനബി ഹദീസിൽ പറഞ്ഞ അതേ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടാൻ കാരണമാകുന്നു എന്ന് മുത്തുനബി സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തുനബി പറഞ്ഞ ഹദീസിൽ പറഞ്ഞു ആ പ്രതിഫലെല്ലാം നേടുന്നവരിൽ നമ്മെ അല്ലാഹു പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.